അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പലരും പലതിലും അഡിക്ഷനിലാണ് എന്നുള്ളതാണ്. ഈ അഡിക്ഷൻ ഒരാളെ ഏത് രൂപത്തിലാണ് വിഡ്ഢിയാക്കപ്പെടുന്നത് എന്നുള്ളത് ഞാനൊരു 5ഓളം ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു തരാം. ഒന്നാമത്തേതായിട്ട്, എല്ലാവരും ചെയ്യുന്നു എന്നുള്ള ഒരു സ്ഥിരം പല്ലവിയാണ്. എല്ലാവരും ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം അവരെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമതായിട്ട്, ഒരൊറ്റ വട്ടം കൂടി ചെയ്തിട്ട് നിർത്താം എന്നുള്ള സ്ഥിരം പല്ലവി. വീണ്ടും അവർ ചെയ്യും, അങ്ങനെ ആ ഒരൊറ്റ വട്ടം എന്നുള്ളത് പല വട്ടമായിട്ട് മാറും. മൂന്നാമതായി, എനിക്കതിനെ കൊണ്ട് ദോഷമില്ല എന്ന് സ്വയം അങ്ങോട്ട് കൺഫർമേഷൻ ബയസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഞാൻ ബിസി ആയാലും നിർത്താം എന്നുള്ള ഒരു തോട്ട് അവരുടെ ബ്രെയിൻ തന്നെ അവരെ പൊട്ടനാക്കുന്ന രീതിയിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഞാൻ ബിസി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് നിർത്താം എന്നുള്ള ഒരു തോട്ട്. ഏറ്റവും വലിയൊരു പ്രോബ്ലമാറ്റിക് തോട്ട് എന്ന് പറയുന്നത് നാളെ നിർത്താം എന്ന് പറഞ്ഞിട്ടുള്ള നീട്ടിവെക്കലിൻ്റെ തോട്ടാണ്. ഇത് ഒരിക്കലും അവർ നാളെ നിർത്തില്ല എന്ന് മാത്രമല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷവും അവരത് നിർത്താൻ വേണ്ടി പോകുന്നില്ല എന്നാണ്. ഒരു ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുത്ത് ക്വിക്കായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഏതൊരു അഡിക്ഷനിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ പറ്റും.